നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ചുറ്റുപാടുമുള്ളവരെ ഒന്ന് നോക്കുകയും ഒട്ടേറെ കുറ്റവാളികളെയും ലഹരി സംഘങ്ങളെയും സാമൂഹ്യ വിരുദ്ധരെയും കാണാൻ കഴിയുമല്ലേ. നമ്മുടെ കൺമുന്നിൽ പല തോന്നിയാസങ്ങളും വൃത്തികേടുകളും നിയമവിരുദ്ധ ഇടപാടുകളും നടക്കാറുണ്ടല്ലേ. എന്നാൽ നിങ്ങളിൽ എത്ര പേർ സമൂഹത്തിലെ കൊള്ളരായ്മയ്ക്കെതിരെ പ്രതികരിക്കാറുണ്ട്? ഇനി തെറ്റിനെതിരെ പ്രതികരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിച്ച വൈദികന് നേരെ ഉണ്ടായ ആക്രമണം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. വെള്ളറടയിലാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതി ഫാദർ സജിത് ദാസിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. കരിക്കകത്ത് മകനെ ലഹരിക്ക് അടിമയാക്കുന്നുവെന്ന് ആരോപിച്ച് മകന്റെ സുഹൃത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പിതാവിനെ കുറിച്ചും കേട്ടു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സമൂഹത്തിൽ ചില തെറ്റായ പ്രവണത കണ്ടാൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കൺമുന്നിലൊരു കുറ്റകൃത്യം കണ്ടാൽ നിശബ്ദരായിരിക്കാൻ സാമാന്യം സാമൂഹ്യ ബോധമുള്ള ആർക്കും സാധിക്കാറില്ല. എന്നാൽ ഇക്കാലത്ത് തെറ്റിനെതിരെ പ്രതികരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം വെള്ളറടയിൽ വൈദികനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഫാദർ സജിത് ദാസിന് നേരെ ആക്രമണമുണ്ടായത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതാണ് പ്രകോപന കാരണം. കേസിൽ വെള്ളറട സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വെള്ളറടയ്ക്ക് സമീപം മൈലക്കുന്നിൽ ആയിരുന്നു വൈദികരായ സജിത് ദാസിന് കുത്തേൽക്കുന്നത്. സഭാജോലികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ പ്രദേശവാസിയായ അരുൺ എന്ന 31-കാരനാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സജിത് ദാസിനോടൊപ്പം ഉണ്ടായിരുന്ന മാങ്കോട് സ്വദേശി ജോഷിക്കും മർദ്ദനമേറ്റു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷിച്ചുവെന്ന അരുണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതിനുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലോട്ട് വരാൻ വേണ്ടി തിരിച്ച സമയത്ത് ബാക്കിൽ നിന്ന് വന്ന് ചീത്ത വിളിച്ചുകൊണ്ട് വന്ന് ആദ്യ കുറുകിലെ അടിക്ക് 2 അടി അടിച്ചു. അത് തുടർന്ന് കൂടെ വന്ന് ജോഷി അടിക്കുകയും ചെയ്തു. അപ്പോൾ ജോഷിക്ക് നല്ല കാലം സുഖമില്ല. അതുകൊണ്ട് പുള്ളിയെ ഫ്രണ്ടിൽ വിട്ട് ഞാൻ ബാക്കിൽ നിന്ന് വീണ്ടും പല പ്രാവശ്യം അടിച്ചു. 10-15 അടിയോളം അടിച്ചു. ഒരു 2-3 ബ്ലോക്ക് ചെയ്തെങ്കിലും മുള്ളുവേലി അടുത്തുള്ളതുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ബൈക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കയറുവാൻ നിന്നപ്പം ബൈക്കിൽ നിന്ന് 2 കുത്തിയിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്തി പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ കുത്തിക്കൊള്ളൽ വഴിയിലെടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സജിത് ദാസിന്റെ തലയ്ക്കാണ് കുത്തേറ്റത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജിത് ദാസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിങ്ങളുടെ മക്കൾ ലഹരിക്ക് അടിമയാകുന്നുണ്ടെങ്കിൽ, അവർ വഴിവിട്ട ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദികൾ? ഈ സമൂഹത്തെയോ അവരുടെ കൂട്ടുകാരെയോ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക? ഇവിടെ ചില ആളുകളുണ്ട്, കുട്ടികൾ വഴിപിടിച്ച് പോയതിനെ മറ്റുള്ളവരെ പഴിക്കും. തിരുവനന്തപുരം കരിക്കകത്തെ സതീഷും അതാണ് ചെയ്തത്. മകനെ ലഹരിക്ക് അടിമയാക്കുന്നുവെന്ന് ആരോപിച്ച് മകന്റെ സുഹൃത്തിനെ കുത്തി പരിക്കേൽപ്പിച്ച അച്ഛൻ. അതിക്രമത്തിന് പിന്നാലെ അച്ഛൻ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകന് ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കരുതെന്ന് താക്കീത് നൽകിയിട്ടും വീണ്ടും മയക്കുമരുന്ന് നൽകിയതാണ് പിതാവിനെ പ്രകോപിപ്പിച്ചത്. കുത്തേറ്റ വിജിൻ നിരവധി ലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ്. തലസ്ഥാന നഗരിയിൽ 2 ദിവസം മുൻപാണ് അതിക്രമം നടന്നത്. കരിക്കകം റെയിൽവേ പാലത്തിന് സമീപം വെച്ചാണ് വിജിൻ വിക്ടർ എന്ന യുവാവിന് കുത്തേറ്റത്. തന്റെ മകന് ലഹരിമരുന്ന് നൽകുന്നത് വിജിനാണെന്ന് അറിഞ്ഞാണ് സതീഷ് കുമാർ എന്ന 64-കാരൻ
ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് പോലീസ് പറയുന്നു. പലതവണ സതീഷ് കുമാർ വിജിനെ വിലക്കി. മകന് ലഹരി പദാർത്ഥങ്ങൾ നൽകരുതെന്ന് പലകുറി ആവർത്തിച്ചു. എന്നാൽ ഇത് വീണ്ടും തുടരുന്നു എന്ന് കണ്ടതോടെയാണ് പിതാവിന്റെ സമനില തെറ്റിയത്. വിജിനെ ഒറ്റയ്ക്ക് കണ്ട സമയത്ത് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പേട്ട പോലീസ് സ്റ്റേഷനിൽ നിരവധി ലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ് കുത്തേറ്റ വിജിൻ. ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി സതീഷ് കുമാർ റിമാൻഡിലും. ന്യൂസ് 18 തിരുവനന്തപുരം. ആരാണ് അമ്മ? ഈ ഒരു ചോദ്യത്തിന് ഒട്ടേറെ ഉത്തരങ്ങൾ കാണുമല്ലേ? ആഴിയോളം ആഴമുള്ള സ്നേഹവും ആകാശത്തോളം വിശാലമായ കരുതലുമുള്ളവൾ, മക്കളുടെ സങ്കടങ്ങൾ അറിയുന്നവൾ. ഇങ്ങനെ കരുണയും കരുതലുമായിരുന്ന അമ്മമാർക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സ്ത്രീകളെ അമ്മയെന്ന് വിളിക്കാൻ കഴിയുമോ? തിരുവനന്തപുരം കാട്ടാക്കടയിലെ നവജാത ശിശുവിൻ്റെ മരണത്തിൽ കരളലിയിപ്പിക്കുന്ന കഥകളാണ് കേട്ടത്. കുഞ്ഞിനെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കാട്ടാക്കട സ്വദേശിനി ഷംനയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഞായറാഴ്ചയാണ് ദാരുണമായ സംഭവം നടന്നത്. മണ്ഡപത്തിൻകടവ് പൂഴനാട് പ്ലാവിള പുത്തൻവീട്ടിൽ അൽത്താഫ് ഷാനിന്റെ ഭാര്യ ഷംനയുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഷംന രക്തസ്രാവത്തെ തുടർന്ന് അവശ നിലയിലുമായിരുന്നു. കുഞ്ഞിന്റെ കഴുത്തിലും നെഞ്ചിലും മുറിവുകളുണ്ട്. പ്രസവിച്ചത് പുറത്തറിയാതിരിക്കാൻ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരൂ എന്നും പോലീസ് പറഞ്ഞു. ഇറച്ചിക്കട തൊഴിലാളിയായ ഭർത്താവ് അൽത്താഫ് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ ഷംന വയറുവേദന കാരണം അവശ നിലയിലായിരുന്നു. ആശുപത്രിയിലേക്ക് പോകാനായി ഷംനയെ ഓട്ടോറിക്ഷയിൽ കയറ്റുന്നതിനിടെ ചെരുപ്പെടുക്കാൻ മുറിയിൽ കയറിയപ്പോഴാണ് കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണി അൽത്താഫ് കണ്ടത്. പരിശോധിച്ചപ്പോൾ തുണിക്കുള്ളിൽ ചോര കുഞ്ഞായിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. തുടർന്ന് കുഞ്ഞിനെയും ഷംനയെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന് ജീവനില്ലായിരുന്നു. സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ശിശുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ഭാര്യ ഗർഭിണിയാണെന്ന വിവരം അറിയില്ലായിരുന്നുവെന്നാണ് അൽത്താഫ് പറയുന്നത്. 3 വർഷം മുൻപായിരുന്നു അൽത്താഫിന്റെയും ഷംനയുടെയും വിവാഹം. ഇവർക്ക് 2 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുണ്ട്. രണ്ടാമത് ഗർഭിണിയായ വിവരം വീട്ടുകാരിൽ നിന്നും ഷംന മറച്ചുവെച്ചിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷംന പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ആരോഗ്യം വീണ്ടെടുക്കുന്ന മുറയ്ക്ക് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. നിരവധി സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഗംഭീരമായൊരു കഥ മെനയുകയാണ് സംവിധായകൻ രഞ്ജിത്ത്. സിനിമാ ലൊക്കേഷനിലെ ലൈംഗിക അതിക്രമ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ പറയുന്ന കഥ ഇങ്ങനെയാണ്. അഭിനയം പ്രതീക്ഷയ്ക്ക് തുയരാത്തതിനാൽ സംവിധായകൻ എന്ന നിലയിൽ നടിയെ വിമർശിച്ചു. ചില സീനുകൾ വെട്ടിക്കുറച്ചു. അതിൻ്റെ വിരോധത്തിലാണ് യുവനടി പോലീസിൽ പീഡന പരാതി നൽകിയത്. ജാമ്യാപേക്ഷയിലാണ് രഞ്ജിത്ത് ഇക്കാര്യം ഉന്നയിക്കുന്നത്. എന്നാൽ രഞ്ജിത്ത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും അനുസരിച്ചില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു.
സിനിമയിലെ റോളുമായി ബന്ധപ്പെട്ട തർക്കമാണ് തനിക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നിലെന്നാണ് സംവിധായകൻ രഞ്ജിത്ത് കോടതിയിൽ പറയുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് രഞ്ജിത്ത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. നടിയുടെ അഭിനയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനാൽ ചില സീനുകൾ വെട്ടിക്കുറച്ചിരുന്നുവെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇക്കാര്യം സെറ്റിൽ പ്രചരിച്ചതിന്റെ പ്രതികാരമായാണ് തനിക്കെതിരെ പരാതി നൽകിയത്. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചു. കൃത്യം നടന്നുവെന്ന് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അവിടെ 200ഓളം ആളുകളുണ്ടായിരുന്നു. സംഭവം നടന്നുവെന്ന് പറയുന്നതിന്റെ 2 ദിവസം കഴിഞ്ഞാണ് നടി പരാതി നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന് ഇനിയും കസ്റ്റഡി ആവശ്യമില്ല. ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. തിടുക്കപ്പെട്ടുള്ള അറസ്റ്റിന്റെ സാഹചര്യം ഇല്ലായിരുന്നുവെന്നും രഞ്ജിത്തിന്റെ വാദത്തിലുണ്ട്. അതേസമയം രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രഞ്ജിത്ത് കോടതിയുടെ നിർദ്ദേശം പോലും അനുസരിച്ചില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരുന്നുകൾ കഴിക്കാൻ പോലും രഞ്ജിത്ത് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കിയത്. സിനിമയുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കാൻ സാധിച്ചില്ലെന്നും അതിനായി രഞ്ജിത്ത് സഹകരിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡി വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നെങ്കിലും ഞായറാഴ്ച തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി രഞ്ജിത്തിനെ തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തനിക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തുന്നതെന്ന് രഞ്ജിത്ത് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തന്നെ ജയിലിൽ കിടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. മരുന്ന് കഴിക്കുന്നില്ല എന്ന കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. മാധ്യമ ശ്രദ്ധ ലഭിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും രഞ്ജിത്ത് വാദിച്ചു. രഞ്ജിത്തിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ തെളിവുകൾ പരിശോധിച്ച് വരികയാണ്. ലൈംഗികാതിക്രമം ഉണ്ടായ ദിവസം തന്നെ രഞ്ജിത്ത് അതിജീവിതയെ വിളിച്ചിരുന്നു. ഇത് DCP അശ്വതി ജി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭീഷണി ഉണ്ടായതായി പരാതി വന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഫോണിലുള്ള മറ്റ് തെളിവുകൾ പരിശോധിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് രഞ്ജിത്ത് ഉള്ളത്. ജനുവരി 30-ന് ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരവാനിൽ വെച്ച് രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് യുവനടി നൽകിയിരുന്ന പരാതി. അതിജീവിത കാരവാനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്നവർ കണ്ടിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരിൽ നിന്നെടുക്കുന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കേസ് നടപടികൾ മുന്നോട്ട് പോവുക. ഇവരിൽ നിന്ന് മൊഴിയെടുത്ത് വരികയാണെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ രഞ്ജിത്തിനെ കാരവാനിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. കേസ് വ്യാജമാണെന്നും തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് രഞ്ജിത്തിന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. കസ്റ്റഡി കൊലപാതകങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ തൂത്തുക്കുടി സാത്താൻകുളത്തെ പോലീസ് ആ ദിവസം കാക്കിയിട്ടല്ല, സാത്താൻ്റെ വേഷം ധരിച്ചാണ് എത്തിയത്. പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട അച്ഛനും മകനും ഇരുട്ടുമുറിയിൽ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് 9 പോലീസുകാർക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. കൊല്ലപ്പെട്ട ജയരാജനും ബെന്നിക്സിനും നീതി ലഭിച്ചെന്ന് നാട്ടുകാർ പറയുന്നു. ശിക്ഷാവിധിയിൽ സന്തോഷിച്ച് പ്രദേശവാസികൾ നാട്ടിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു.
2020 ജൂൺ 19-നാണ് കോവിഡ് വ്യാപനമുണ്ടായ സമയത്ത് നിയന്ത്രണം ലംഘിച്ച് രാത്രി 9 മണിക്ക് ശേഷം കട തുറന്നെന്നാരോപിച്ച് ജയരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അച്ഛനെ അന്വേഷിച്ചു ചെന്ന ബെന്നിക്സിനെയും കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർ സാത്താംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ജൂൺ 19-ന് രാത്രി 7:45-നും അടുത്ത ദിവസം പുലർച്ചെ 3-നും ഇടയിൽ ജയരാജിനെയും ബെന്നിക്സിനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂര പീഡനത്തിനിരയാക്കി. ഇരുവരെയും പലതവണ മർദ്ദിച്ചതായും CBI കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. ഇരുവരെയും കഠിനമായി മർദ്ദിക്കാൻ പ്രതിയായ ഇൻസ്പെക്ടർ S. ശ്രീധർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രേരിപ്പിച്ചു. ഇരുവരെയും വിവസ്ത്രരാക്കി. ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിർത്തി പലതരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചു. ദേഹമാസകലം പരിക്കേറ്റ ബെന്നിക്സ് ജൂൺ 22-നും ജയരാജ് 23-നും മരിച്ചു. ഇരുവരുടെയും കസ്റ്റഡി മരണത്തിൽ ജനരോഷം ഉയരുകയും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി ഉയരുകയും ചെയ്തപ്പോൾ മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. അന്വേഷണം ആദ്യം ക്രൈംബ്രാഞ്ച് CID-ക്കും പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് CBI-ക്കും വിട്ടു. അന്വേഷണം പൂർത്തിയാക്കിയ CBI അതേ വർഷം തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. ഇരുവരെയും പീഡിപ്പിക്കാനായി ഉപയോഗിച്ച ലാത്തിയിലെ രക്തവും സ്റ്റേഷന്റെ ചുവരിലെ രക്തക്കറകളും കൊല്ലപ്പെട്ട ജയരാജിന്റെയും മകൻ ബെന്നിക്സിന്റെയും രക്തവും ഒന്നു തന്നെയാണെന്ന് ന്യൂഡൽഹി CFSLലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാണെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. സാത്താംകുളം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ S. ശ്രീധർ, സബ് ഇൻസ്പെക്ടർമാരായ P. രഘു ഗണേഷ്, K. ബാലകൃഷ്ണൻ, ഹെഡ് കോൺസ്റ്റബിൾമാരായ S. മുരുകൻ, A. സാമിദുരൈ, കോൺസ്റ്റബിൾമാരായ M. മുത്തുരാജ്, S. ചെല്ലദുരൈ, X. തോമസ്, ഫ്രാൻസിസ്, S. വെയിൽമുത്തു എന്നിവരെയാണ് ശിക്ഷിച്ചത്. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വന്നതിൽ ആശ്വാസത്തിലാണ് സാത്താംകുളത്തെ നാട്ടുകാർ. നീതി ലഭിച്ചതിന്റെ സന്തോഷം അവർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ആഘോഷിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരു സ്ഥാപനത്തിൽ മാനേജരും അക്കൗണ്ടന്റുമായി സാധാരണ നിയമിക്കുന്നത് ആരെയാണ്? ഏറ്റവും വിശ്വസ്തരായ ആളുകളെ ആയിരിക്കുമല്ലേ? അങ്ങനെയുള്ള ആളുകൾ വിശ്വാസവഞ്ചന കാണിച്ചാലോ അതാർക്കെങ്കിലും പൊറുക്കാൻ പറ്റുമോ? വയനാട്ടിൽ 3 സ്വകാര്യ കമ്പനികളിൽ നിന്നായി 1 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മുൻ അക്കൗണ്ടന്റ് ഉൾപ്പെടെ 3 പേർ പിടിയിലായി. അക്കൗണ്ടന്റായിരുന്ന ബത്തേരി സ്വദേശി പ്രവീൺ, സുഹൃത്തുക്കളായ വടക്കനാട് സ്വദേശി ബേസിൽ വർഗീസ്, പുന്നശ്ശേരി സ്വദേശി അശ്വിൻ രാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കള്ളത്തരം പിടിക്കപ്പെട്ടതോടെ 35 ലക്ഷം രൂപ പ്രവീൺ തിരിച്ചടച്ചെങ്കിലും കമ്പനി ഉടമ പോലീസിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് സംഘത്തിന് പിടിവീണത്. ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ ബത്തേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലാണ് തട്ടിപ്പ് നടന്നത്. 3 കമ്പനികളുടെയും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പ്രവീണായിരുന്നു. യഥാർത്ഥ തുകയേക്കാൾ കൂടിയ തുക GSTയിൽ അടച്ചതായി വരുത്തി ഉടമയെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. കൂടിയ തുകയാണ് അടയ്ക്കാനുള്ളതെന്ന് കാണിച്ച് ചെക്ക് വാങ്ങി GSTയിലേക്ക് അയക്കാനുള്ള തുക അടയ്ക്കുകയും കൂടിയ തുക സുഹൃത്തുക്കളായ ബേസിൽ വർഗീസ്, അശ്വിൻ രാജ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ 70 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. കൂടാതെ തൊഴിലാളികളുടെ PF, ESI എന്നിവ തിരിമറി നടത്തുകയും ചെയ്തു. ഒരു തൊഴിലാളിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി വന്ന പണം ESI അക്കൗണ്ടിന് പകരം സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ലഭിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. ഇത്തരത്തിൽ 1.16 കോടി രൂപയാണ് തട്ടിയെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. കള്ളത്തരം പിടിക്കപ്പെട്ടതോടെ 35 ലക്ഷം രൂപ ഇയാൾ തിരിച്ചടയ്ക്കുകയായിരുന്നു. തുടർന്നാണ് ഉടമ പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് 18 വയനാട്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടെ സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷവും അക്രമവും ഉണ്ടായി. പാലക്കാട് പട്ടാമ്പിയിൽ
തെരഞ്ഞെടുപ്പ് പ്രചാരണം കല്ലേറിലും സംഘർഷത്തിലുമാണ് കലാശിച്ചത്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് LDFിൻ്റെയും UDFിൻ്റെയും റാലികൾ കടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം. സംഭവത്തിൽ ഒരു പോലീസുകാരനുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ പേരാവൂരിലും എറണാകുളം പെരുമ്പാവൂരിലും LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പോലീസിൻ്റെ കൺമുന്നിലാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. പട്ടാമ്പി നഗരത്തിൽ കൊട്ടിക്കലാശം നടക്കുമ്പോഴാണ് അക്രമ സംഭവം ഉണ്ടായത്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് LDFിന്റെയും UDFിന്റെയും റാലികൾ കടന്നു പോകുമ്പോഴാണ് കല്ലേറുണ്ടായതെന്നാണ് വിവരം. തുടർന്ന് പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇത് സംഘർഷാവസ്ഥയിൽ എത്തിയപ്പോൾ പോലീസ് ലാത്തി വീശി. റാലി കാണുവാനായി റോഡരികിൽ നിന്ന് പെരുമുടിയൂർ സ്വദേശി അഷറഫിന്റെ തലയിലാണ് കല്ലേറിൽ പരിക്കേറ്റത്. അവര് കോൺഗ്രസിന്റെ ആൾക്കാര് പ്രകടനം പോയിരുന്നല്ലോ, ആ കോടതിപ്പയുടെ മുന്നിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ അവര് ആദ്യം കല്ലുകൊണ്ട് എറിഞ്ഞത് നമുക്ക് കിട്ടി. പിന്നെ അത് കൂടാതെ കല്ലുകൊണ്ട് എറി കൂടാതെ വടി പൊട്ടിച്ചിട്ട് അവർ എറിഞ്ഞു. വടി കൊണ്ട് എറിഞ്ഞത് ഈ എനിക്ക് ഏറിയിട്ടിപ്പോൾ ഞാൻ നെറ്റ് ഹോസ്പിറ്റലിൽ വന്നു. പിന്നെ അവർ ഏറൊന്നും നിർത്താതെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവര് പരിക്ക് തലക്ക് പൊട്ടുണ്ട്. ഞാൻ പ്രകടനത്തിലുണ്ടായി. ഞങ്ങളൊരു സൈഡിൽ നിൽക്കായിരുന്നു. അവിടെ പരിപാടിയിൽ വന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കായിരുന്നു. CPM നേതാക്കളായ PR രജീഷിന്റെ കാലിനും ബാലചന്ദ്രന്റെ കൈയിനും പരിക്കേറ്റു. പരിക്കേറ്റവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LDFിന്റെ റാലി കണ്ട് പരാജയഭീതി പൂണ്ട UDF പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നും സംഭവത്തെ നിയമപരമായി നേരിടുമെന്നും LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൊഹസിൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയുടെ പണക്കുഴപ്പിന്റെ അക്രമമാണ് നടന്നതെന്ന് CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ഈ അസംബ്ലി മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും UDFകാർ ബോധപൂർവമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കണം. പോസ്റ്റർ വീറല്, ഇതുപോലുള്ള വാഹനം തടുക്കൽ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ പറഞ്ഞത് ഒരു കാരണവശാലും പ്രകോപനം ഉണ്ടാക്കരുത്, തിരിച്ചൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഇന്ന് അവരുടെ കൂട്ടത്തിൽ ആൾ കുറഞ്ഞതിന്റെ ആ ദേഷ്യം തീർത്താൻ ഞങ്ങളോട്. ഷാജിറ പണക്കൊഴുപ്പാണ് ഇതിന് പിന്നിൽ. ഈ പണക്കൊഴുപ്പ് അതാണ് ഇതിന് പിന്നിൽ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി കരമ്പുള്ളി സ്വദേശി ഫറൂഖിനെയും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ASI ജയകുമാറിനെയും സംഘർഷത്തിനിടെ പരിക്കേറ്റിട്ടുണ്ട്. ഫറൂഖിന്റെ തലയിൽ 3 തുന്നലുണ്ട്. ഇരുവരും പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കോടതിന് മുമ്പിൽ വെച്ചിട്ട് ഏറ്റവും ബാക്കി ഒരു DYFIയുടെ കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു. ഒരു ഇത് വന്നുള്ള പറ്റി നല്ല നീളമുള്ളായിരുന്നു. കൂട്ടത്തിന് ഒന്ന് തലയ്ക്ക് വന്ന് അടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് ആകെ ബ്ലഡായി. അപ്പോൾ ഞാൻ തല പൊത്തിയിട്ട് ഞാൻ പതുക്കാണ്ട് പോയി. എൻ്റെ കൂട്ടാന്ന് വെച്ചിട്ട് നിളയെ പോയി. എൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു. UDFിന്റെ ആൾബലം കണ്ട് പരാജയ ഭീതിയിലായ LDFിന്റെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടായതെന്നും സംഭവത്തിൽ നിയമപരമായി നേരിടുമെന്നും UDF സ്ഥാനാർത്ഥി TP ഷാജി പറഞ്ഞു. സമാധാനപരമായ രീതിയിൽ കടന്നു പോകുന്ന ആ ജാഥയെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഒരു അക്രമം ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് പരിപൂർണമായി ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് അവർ ജാഥയ്ക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ CCTV ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് സാധാരണ കൊടി കെട്ടുമ്പോൾ ചെറിയ രീതിയിലുള്ള വടികൾ ഉപയോഗിച്ചിട്ടാണ് കെട്ടാതെ. അതിന് പകരം മർദ്ദിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള വടി ഉപയോഗിച്ചുകൊണ്ടാണ് കൊടി കെട്ടിയിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് അക്രമം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല അവർ കല്ലേറ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന് വരെ പരിക്ക് പറ്റിയത്. UDF നേതാക്കളും പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. CPI ജില്ലാ സെക്രട്ടറി സുമതല മോഹൻദാസ്, NP വിനയ്കുമാർ തുടങ്ങിയ നേതാക്കളും ആശുപത്രിയിൽ എത്തി. ന്യൂസ് 18 പട്ടാമ്പി. വികലാംഗനും കർഷകനുമായ തന്നെ CPI നേതാക്കൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിച്ചില്ല. കൃഷിമന്ത്രി P പ്രസാദിനെ നേരിട്ട് കണ്ടിട്ടും
അനുകൂലമായ നടപടി ഉണ്ടായില്ല. വൈക്കം തലയാടത്തെ ചെല്ലപ്പൻ പുളിക്കശ്ശേരി എന്ന കർഷകൻ കഴിഞ്ഞ ദിവസം ചങ്ക് പൊട്ടുന്ന വേദനയോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. പിന്നീട് കേട്ടത് ചെല്ലപ്പൻ്റെ മരണവാർത്തയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് LDFനെ പ്രതിരോധത്തിലാക്കി തലയാടത്തെ CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ തൂങ്ങി മരിച്ചത്. സംഭവത്തെ തുടർന്ന് വൈക്കത്ത് കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ജനകീയ കർഷകനും പ്രദേശവാസിയുമായ ചെല്ലപ്പൻ പുളിക്കശ്ശേരിയെ രാവിലെയാണ് വൈക്കം തലയാഴത്തെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPI ജില്ലാ നേതാക്കൾ തന്റെ ഉപജീവനമാർഗം നശിപ്പിച്ചെന്നും നിരന്തരം വേട്ടയാടുന്നുവെന്നും ആരോപിച്ച ചെല്ലപ്പൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. പാർട്ടിയുടെ നയങ്ങൾക്കെതിരെയും പ്രാദേശിക നേതാക്കളുടെ വഴിവിട്ട പോക്കുകൾക്കെതിരെയും സമൂഹമാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചതാണ്. താൻ അധ്വാനിച്ചു വളർത്തിയ കൃഷിയും മറ്റു ഉപജീവന മാർഗങ്ങളും പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളുടെ ഇടപെടൽ മൂലം ഇല്ലാതായെന്ന ചെല്ലപ്പൻ തന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പരാതിപ്പെട്ടിരുന്നു. പാർട്ടിയെ വിശ്വസിച്ച് നടന്ന തനിക്ക് നീതി ലഭിച്ചില്ല. പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് നേതാക്കൾ തന്നെ ദ്രോഹിച്ചു. ഈ മാനസിക വിഷമമാണ് CPI ഓഫീസിനുള്ളിൽ ജീവനെടുക്കാൻ ചെല്ലപ്പനെ പ്രേരിപ്പിച്ചതെന്നാണ് നിഗമനം. സംഭവമറിഞ്ഞ് വലിയ ജനക്കൂട്ടം പാർട്ടി ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരു ജനകീയ കർഷകന് നേരിട്ട ദുരനുഭവത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ശാരീരിക പ്രശ്നം ഹാൻഡിക്യാപ്പാ. വലിഞ്ഞു കയറി ഇവിടെ ഇങ്ങനെ ഒരാള് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്കറിയില്ല. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. എന്റെ അച്ഛൻ ആത്മഹത്യ ആ വാഹനം ഓടിക്കും, കൃത്യമായിട്ട് ഓട്ടോ ഓടിക്കും. ആ പെട്ടിവണ്ടിയുടെ താക്കോല് വരെ അവിടെ ഇരിക്കുന്നു ഗുരുകൃപ. ഞാൻ 3 ദിവസമായിട്ട് എന്റെ അച്ഛനെ കാണുന്നുണ്ട്. ഞാൻ പോയി അച്ഛൻ പറയുന്ന ഒരു ശക്തിയുണ്ട്, അറബിക്കടലിൽ പോയി താഴ്ത്തുമെന്ന് പറഞ്ഞു. എന്നെ ചതിച്ചവൻ വരാം. അച്ഛനെ എന്തോരം ടോർച്ചർ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, ആരാന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇന്നലെ പറഞ്ഞു വിട്ടു. ഞാൻ ആ ദുരിതമുണ്ട്, സത്യമായിട്ടുണ്ട്. അല്ല എൻ്റെ അച്ഛൻ എനിക്കറിയില്ല. കുറിപ്പുണ്ടായിരുന്നു. ഞാനാണ് പോലീസിന്റെ ഒപ്പം അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹോർട്ടിക്കൾച്ചറിന്റെ ലെറ്റർ പാഡിൽ 2 പേജുള്ള കുറിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് അവർ കാണിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പേജുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വായിക്കുകയാണെങ്കിൽ ഇവിടുത്തെ CPI നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യക്ക് പിന്നിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ആളുകൾ ആരാണെന്ന് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അത് പോലീസുകാർ പുറത്തേക്ക് വിടുന്നില്ല. RDO നേരിട്ടെത്താതെ മൃതദേഹം അഴിച്ചുമാറ്റാൻ സമ്മതിക്കില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും നിലപാടെടുത്തു. പോലീസും സ്ഥലത്തെത്തി. പക്ഷേ ജനരോക്ഷം കാരണം നടപടികൾ വൈകി. മരണത്തിന് ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം NDAയുടെ ഓഫീസിൽ അദ്ദേഹം വന്ന് എന്നോട് നേരിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഈ ഇലക്ഷൻ വരെയും ഞാൻ ജീവിച്ചിരിക്കില്ല പ്രീജു, ഞാൻ കൊല ചെയ്യപ്പെടും. അതിന് CPIക്കാർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള, എന്നെ വകവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷൻ വരെയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് NDAയുടെ ഓഫീസിൽ വന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്ന ആൾക്കാർ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞു വിട്ട് കാല് വയ്യാത്ത ഒരാളാണ്, വയ്യാത്ത ഒരാളാണ്. അദ്ദേഹം എൻ്റെ ചെയ്തു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ഒരു വയ്യാത്ത ആളിങ്ങനെ മുകളിൽ കയറി പോവുമോ, അത് ഉണ്ടോ എന്നൊക്കെ അതൊക്കെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ എന്തായാലും ഇതിൽ അസ്വാഭാവികത ഉണ്ടായെന്ന് വ്യാപകമായി ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് ആ പക്ഷത്ത് ഞാൻ നീക്കിയത്. ഒരു സാധാരണ കർഷകൻ പാർട്ടി ഓഫീസിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചത്
CPIയെയും LDF സർക്കാരിനെയും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വോട്ട് ചോദിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന നേതാക്കൾ സ്വന്തം പ്രവർത്തകരെയും കർഷകരെയും എങ്ങനെ കാണുന്നു എന്നതിന്റെ ഉദാഹരണമാണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും മരണത്തിന് കാരണക്കാരായ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് 18 വൈക്കം. സംസ്ഥാനത്ത് കവർച്ചാ സംഘത്തെ കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് അടുത്തടുത്ത 2 വീടുകളിലാണ് കവർച്ച നടന്നത്. ഒരു വീട്ടിൽ നിന്ന് 17.5 പവൻ സ്വർണവും പണവും മോഷണം പോയി. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പണത്തിന് പുറമെ സ്വർണവും മോഷ്ടിച്ചു. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം കരിംകുളം പുല്ലുവിള പഴയതുറ പുരയിടത്തിൽ മിനി, സമീപവാസിയായ ബ്രിജിറ്റ് എന്നിവരുടെ വീടുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. ഈസ്റ്റർ തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പോയി തിരികെ എത്തിയപ്പോഴാണ് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നുകിടക്കുന്നത് മിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ അകത്തു കയറി നോക്കിയപ്പോൾ ബെഡ്റൂമിൽ ഇരുന്ന ഇരുമ്പ് അലമാര വെട്ടിപ്പൊളിച്ചതായി കണ്ടെത്തി. 17.5 പവൻ സ്വർണവും 6,65,000 രൂപയുമാണ് ഇവിടെ നിന്ന് മോഷണം പോയത്. 3 ജോഡി കൊലുസുകൾ, 1 നെക്ലേസ്, ഇറക്കമുള്ള ഒരു മാല, 3 ബ്രേസ്ലെറ്റുകൾ, 1 ജോഡി കമ്മൽ, 6 മോതിരം, 2 മാലകൾ, 1 വള, കൂടാതെ തൊട്ടടുത്ത ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1 ജോഡി കമ്മലുമാണ് മോഷണം പോയത്. സമീപവാസിയായ ബ്രിജിറ്റും ഭർത്താവ് റോബിനും മകനും അന്ന് രാത്രി പുല്ലുവിള പള്ളിയിൽ പോയപ്പോഴായിരുന്നു ഇവിടെയും മോഷണം നടന്നത്. തിരികെ എത്തി മുൻവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറിയപ്പോഴാണ് ബെഡ്റൂമിലെ കട്ടിലിൽ ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന ബോക്സ് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 ഗ്രാം തൂക്കം വരുന്ന 2 മോതിരവും 500 രൂപയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. പുറകുവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് ഇവിടെയും മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. ശനിയാഴ്ച രാത്രി പള്ളിയിൽ പരിപാടി കാരണം ചുറ്റുവട്ടത്തെ വീടുകളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ അവസരം മുതലാക്കിയാണ് മോഷ്ടാക്കൾ വിളയാടിയത്. പരാതി ലഭിച്ചതിനു പിന്നാലെ അന്വേഷണം ഊർജിതമാക്കി കാഞ്ഞിരക്കുളം പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. എന്നാൽ എത്ര പേർക്ക് ഈ സന്തോഷം കിട്ടുന്നുണ്ട്? ജീവിതത്തിൽ സംതൃപ്തിയുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. ജേണൽ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. 20കളുടെ അവസാനം വരെയും പങ്കാളിയെ കണ്ടെത്താത്തവർക്ക് ജീവിതത്തോടുള്ള സംതൃപ്തി കുറവായിരിക്കുമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത്. പങ്കാളിയുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കൂട്ടരിൽ സന്തോഷം കുറവെന്നാണ് കണ്ടെത്തൽ. ഒരു കാമുകിയോ പങ്കാളിയോ ഭാര്യയോ ഇല്ലാത്തവരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സൗഹൃദങ്ങളും ഒരു കൂട്ടുമൊക്കെ ജീവിതത്തെ സന്തോഷിപ്പിക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു. വഴക്കും പ്രശ്നവും ഇല്ലാതെ പങ്കാളിക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഭാഗ്യം വേറെയുണ്ടോ? ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമായി. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.